വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്താറുള്ള ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്കുള്ള കുരിശിന്റെ വഴി പ്രദർശനത്തിന് പോലീസ് അനുമതി നിഷേധിച്ചു. ഓശാന ഞായറായി ഇന്ന് ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണത്തിനാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചത്. ഇതേ തുടർന്ന് 2:30 പ്രദക്ഷിണം പള്ളിവളപ്പിൽ മാത്രമായി നടത്താനാണ് തീരുമാനം. കഴിഞ്ഞ 15 വർഷമായി ഓശാന ഞായറിന്റെ കുരിശിന്റെ വഴി പ്രദർശനം നടത്താറുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ പറഞ്ഞു. Actually, we had applied for the permission long back, but due to some reasons, security reasons, they said they will not be able to give us permission. Maybe we don't know the reasons. But this time we didn't get. Even before that also we didn't get, 1 or 2 years back. Last year we had it. Due to some security reasons, so we don't know what it is. And we are okay with that, we have no problem. We are going to have inside the campus only, 2:30. ഡൽഹി ഗോൾഡാഖാനയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ്, അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡൽഹി പോലീസിന്റെ ഈ നടപടി ഉണ്ടാവുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് സഭാ നേതൃത്വത്തിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ പുറത്തുവരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം പുറത്തുവരുന്നു. ഡൽഹി പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. വിശദാംശങ്ങൾ എന്താണ്? വിവിധ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം എല്ലാ വർഷവും മുടങ്ങാതെ നടക്കാറുള്ളതാണ് ഡൽഹിയിലെ ഓൾഡ് ഡൽഹിയിലുള്ള സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും ന്യൂഡൽഹിയിലെ ഈ ഗോൾഡഖാനയിലുള്ള സേക്രഡ് ദേവാലയത്തിലേക്ക് ഉള്ള കുരുത്തോല പ്രദക്ഷിണം. അത് കോവിഡ് കാലത്ത് 2 വർഷം മാത്രമാണ് ഇതുവരെ മുടങ്ങിയിട്ടുള്ളത്. അത് ആരോഗ്യപരമായ പൊതുജനാരോഗ്യ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അനുമതി നിഷേധിച്ചത്. കഴിഞ്ഞ വർഷവും എന്നാൽ ഈ ഒരു കുരുത്തോല പ്രദക്ഷിണം നടന്നിരുന്നു. ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ 2 ദേവാലയങ്ങളും തമ്മിൽ. വളരെ സമാധാനപരമായി 2000-ഓളം വിശ്വാസികൾ പങ്കെടുത്ത് നടത്തിയ ഈ കുരുത്തോല പ്രദക്ഷിണത്തിന് ഇത്തവണയും പതിവ് പോലെ തന്നെ പോലീസിൽ നിന്നും അനുമതി തേടിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് പോലീസിൽ നിന്നും ഇക്കാര്യത്തിൽ വിശദീകരണം, മറുപടി ഈ സംഘാടകർക്ക് ലഭിച്ചത്. സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ഇത്തവണ ഈ പ്രദക്ഷിണത്തിന് അനുമതി നൽകാനാകില്ല എന്നാണ് പോലീസിൽ നിന്നും നൽകിയിരിക്കുന്ന വിശദീകരണം എന്നുള്ളത്. എന്നാൽ സാധാരണ നിലയിൽ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടാകുന്ന ഒരു സമയമല്ല ഈ കുരുത്തോല പ്രദക്ഷിണം നടക്കാറുള്ളത്. ഉച്ചയ്ക്ക് ശേഷം 2:30-യോടെയാണ് ഈ ചടങ്ങ് നടക്കാറുള്ളത് എന്നതുകൊണ്ട് തന്നെ മറ്റ് പൊതുജനത്തെ ബാധിക്കുന്ന തരത്തിലല്ല എന്നുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് അനുമതി നിഷേധിച്ചത്. എന്നാൽ ഇതിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും വൈകാരികമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ഉച്ചയോടെ സമാധാനപരമായി പതിവായി നടത്താറുള്ള ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിന് അനുമതി നിഷേധിച്ചത് അത്യന്തം വേദനയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും, വിശ്വാസികളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രതികരണം എന്നുള്ളത്. അതേസമയം ഈ ഇടവക വികാരി പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ വൈകാരികമായ പ്രശ്നമല്ല, മറിച്ച് പോലീസ് അനുമതി നിഷേധിച്ചു. അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ചടങ്ങിനായി വിശ്വാസികളോട് ഈ ദേവാലയത്തിന്റെ മൈതാനത്ത് ഒത്തുകൂടാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2:30-യോടുകൂടി തന്നെ ദേവാലയത്തിന്റെ മൈതാനത്ത് എല്ലാവരും ഒത്തുകൂടി മറ്റ് ചടങ്ങുകൾ ഈ ദേവാലയ കോമ്പൗണ്ടിനകത്ത് തന്നെ നടത്താനുള്ള തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതികരണം പോലീസിന്റെ ഈ നടപടിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ല എന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു. നഗരവീഥികളിലും ദേവാലയങ്ങളിലും വിശ്വാസി സമൂഹം കുരുത്തോല പ്രദക്ഷിണവും നടത്തി. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ആചരിക്കുന്നത്. ഒലിവ് മരച്ചില്ലകൾ വീശി ജെറുസലേമിൽ ജനസമൂഹം യേശുവിനെ വരവേറ്റതനുസ്മരിച്ച് കുരുത്തോല പ്രദക്ഷിണങ്ങൾ നടന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു.
സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് നടന്നത്. എറണാകുളം തോപ്പിൽ മേരി ക്വീൻസ് പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കുർബാനയ്ക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകി. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. സഭയുടെ ശക്തി സ്ഥാപനങ്ങളല്ല, സഭയുടെ ശക്തി സംഘടനകളല്ല, സഭയുടെ ശക്തി ദൈവത്തിന്റെ കരത്തിന്റെ ബലമാണ്. പാളയം സെന്റ് ജോസഫ് ചർച്ചിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും പട്ടം സെന്റ് മേരീസ് ചർച്ചിൽ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ഓശാന തിരുക്കർമ്മങ്ങൾക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർച്ച് ബിഷപ്പായതിനു ശേഷമുള്ള ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ ആദ്യ ശുശ്രൂഷയായിരുന്നു. യാക്കോബായ സഭയുടെ അധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ മണർകാട് മർത്താമറിയം പള്ളിയിലും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മാതൃദേവാലയമായ വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലും ശുശ്രൂഷകളിൽ പങ്കെടുത്തു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവർ വാഴ്ത്തപ്പെടുവാനാവുന്നു. ഉയരങ്ങളിൽ ഹോശാന. എറണാകുളം പനമ്പുകാട് ദേവാലയത്തിൽ ഹെബ്രായ സ്ത്രീകളുടെ വേഷവിധാനങ്ങളോടെ കൈകളിൽ ഒലിവിൻ ചില്ലകളുമേന്തിയാണ് മതബോധന വിദ്യാർത്ഥികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. അതേസമയം ഏകീകൃത കുർബാന തർക്കം നിലനിൽക്കുന്നതിനാൽ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഓശാന ദിന തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓശാന മുതൽ ഈസ്റ്റർ വരെ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. ഓശാന ഞായർ ചടങ്ങിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ലത്തീൻ പള്ളിയിലെ ആഘോഷത്തിലാണ് കേന്ദ്രമന്ത്രി എത്തിയത്. കുരുത്തോല പ്രദക്ഷിണത്തിലും പ്രാർത്ഥനാ ചടങ്ങിലും പങ്കെടുത്താണ് സുരേഷ് ഗോപി മടങ്ങിയത്. വസ്ത്രവും വിരിച്ചു മോടിയിൽ മഹിതനീശ സുതനു നിത്യം ഹോസാ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. തുടർ നടപടികൾ തീരുമാനിക്കാനായി ആഭ്യന്തര മന്ത്രാലയം നിയമോപദേശം തേടി. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവിൽ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സുപ്രീം കോടതി നടപടി ഭരണഘടനാപരമല്ലെന്നും കോടതിക്ക് ഭരണഘടനാ ഭേദഗതി വരുത്താനാവില്ലെന്നുമുള്ള കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറിന്റെ നിലപാടിന് സമാന നിലപാടാണ് കേന്ദ്ര സർക്കാരിനും. വിഷയത്തിൽ രാഷ്ട്രപതി ഭവന്റെ നിലപാട് തേടിയില്ലെന്നും കേന്ദ്രത്തിന്റെ വാദങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെന്നുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. ഉത്തരവിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസുമാരായ JB പർഡിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിനു മുൻപേയാകും കേന്ദ്ര സർക്കാരിന്റെ ഹർജി. പല സംസ്ഥാനങ്ങളിലെയും ബില്ലുകളെ കോടതി വിധി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം തുടർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. വിഷയത്തിൽ നിയമപരമായ മറ്റ് സാധ്യതകളും കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ 10 ബില്ലുകളും തമിഴ്നാട് സർക്കാർ നിയമമാക്കിയിരുന്നു. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അംഗീകാരമില്ലാതെ ആദ്യമായാണ് ബില്ലുകൾ നിയമമാകുന്നത്. 24 ഡൽഹി. തമിഴ്നാട് ബില്ലുകൾ നിയമമാക്കിയതുപോലെ കേരളത്തിലേതും സുപ്രീം കോടതി വിധിക്കനുസരിച്ച് ചെയ്യുമെന്ന് നിയമമന്ത്രി P. രാജീവ്. ബില്ല് തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള കേരള ഗവർണറുടെ പരാമർശം ഖേദകരമെന്ന് പ്രതിപക്ഷ നേതാവ് V. ഡി. സതീശൻ പ്രതികരിച്ചു. കാവ്യവൽക്കരണത്തിന് ഗവർണർമാരെ ഉപയോഗിക്കുന്നതിനുള്ള തിരുത്തലാണ് സുപ്രീം കോടതി വിധിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M. വി. ഗോവിന്ദൻ പറഞ്ഞു. അങ്ങനെ പല രീതികളും ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ടല്ലോ, നമുക്ക് പരിചിതമല്ലാത്ത രീതികൾ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രകടനത്തിൽ ബ്രദർഹുഡ് വരുന്നു, ഇവിടെ നഗരസഭയുടെ ഇതിനകത്ത് ഗഡ്ഗേവർ വരുന്നു. അപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പലതും തിരികെ കയറ്റാൻ ഇത്തരം ഘട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ഗവർണർ നടത്തിയ പരാമർശം ഖേദകരമാണ്. അങ്ങനെ ഒരു ഗവർണർ അങ്ങനെ പറയാൻ പാടില്ല. സുപ്രീം കോടതി ഫുൾ ബെഞ്ചിന്റെ വിധി വന്നാലും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി 2 അംഗങ്ങളുടെ വിധി വന്നാലും അത് ബൈൻഡിംഗ് ആണ്, ഭരണഘടനാപരമായി ബൈൻഡിംഗ് ആണ്. ആ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കേരള ഗവർണറുടെ പരാമർശം. സുപ്രീം കോടതി വിധി വന്നാൽ അത് 2 അംഗങ്ങൾ നടത്തിയ വിധിയല്ലേ, ഫുൾ ബെഞ്ചിൽ പോകേണ്ട വിധിയല്ലേ. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നത് ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണ്, ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ
ഫാസിസ്റ്റ് പ്രവണതകൾക്കിടയിലും ഓപ്പറേറ്റ് ഹിന്ദുത്വവൽക്കരണ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഈ പശ്ചാത്തലത്തിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. ഭരണഘടനാപരമാവണം. ഗവർണറായാലും പ്രസിഡൻ്റായാലും പ്രധാനമന്ത്രിയായാലും ജുഡീഷ്യറിക്ക് അതിൻ്റെതായ ഇടപെടൽ നടത്താനുള്ള ശേഷിയുണ്ട് എന്നിപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. ആര്യാടൻ ഷൗക്കത്ത്, VS ജോയി എന്നിവരുടെ പേരുകൾ കേന്ദ്രീകരിച്ചാണ് UDF-ലെ ചർച്ചകൾ. ഒരിക്കൽ കൂടി സ്വതന്ത്രനെ പരീക്ഷിക്കാമെന്ന ആലോചനയിലാണ് LDF. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തകൃതിയായ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാണ് UDF-ലും LDF-ലും നടക്കുന്നത്. ഏപ്രിൽ 20-നകം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ DCC പ്രസിഡന്റ് VS ജോയിയും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തുമാണ് അവസാന പട്ടികയിലുള്ളത്. രണ്ടുപേർക്കും വേണ്ടി കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നേതാക്കൾ ആവശ്യമുന്നയിക്കുന്നുണ്ട്. KPCC യോഗത്തിന് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. കോൺഗ്രസ് നടത്തിയ സർവേയിൽ ജോയിക്ക് മുൻഗണന ലഭിച്ചെങ്കിലും പ്രായത്തിന്റെ പരിഗണനയും ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്ന ആദരവും മണ്ഡലത്തിലെ സ്വാധീനവും ഷൗക്കത്തിന് ഗുണകരമാവും എന്ന ഒരു വിഭാഗം വിലയിരുത്തുന്നു. PV അൻവറിന്റെ പിന്തുണയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകളും VS ജോയിക്ക് അനുകൂലമാകുമെന്ന് മറുവിഭാഗവും പറയുന്നു. ഹൈക്കമാൻഡിന് സ്ഥാനാർത്ഥി പട്ടിക നൽകും മുൻപ് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ആരായും. മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമാണ്. ഇന്ന് നിലമ്പൂരിൽ നേതൃയോഗം ചേരുന്നുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക എന്ന നിലപാടാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. CPM-ന്റെ തോൽവിയിൽ കുറഞ്ഞതൊന്നും അൻവർ ലക്ഷ്യം വയ്ക്കുന്നില്ല. അതിനാൽ ആര് സ്ഥാനാർത്ഥിയായാലും അൻവറിന്റെ പിന്തുണയുണ്ടാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതേസമയം LDF-ലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ U ഷറഫലി, പ്രൊഫസർ തോമസ് മാത്യു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. 24 മലപ്പുറം. മുൻ സർക്കാർ അഭിഭാഷകൻ PG മനു മരിച്ച നിലയിൽ. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, ഈ പീഡനക്കേസിൽ ജാമ്യത്തിലായിരുന്നു, അതിനിടയിൽ മറ്റൊരു കേസിലും പെട്ടു. എന്താണിപ്പോൾ മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ എന്താണ് സുജിത് സുരേന്ദ്രൻ? ഈ കാരണങ്ങൾ തന്നെയാണ്, ഇതിൻ്റെയൊക്കെ മാനസിക പ്രയാസം തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് മനുവിനെ നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം പിറവം സ്വദേശിയാണ്. കൊല്ലത്ത് കുറേ നാളായി കൊല്ലത്ത് വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിക്കുകയായിരുന്നു. ആനന്ദവല്ലീശ്വരത്താണ് ഒരു വീട് വാടകയ്ക്കെടുത്തിരുന്നത്. കൊല്ലത്ത് വിവിധ കോടതികളിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള വന്ദനാദാസ് കൊലക്കേസിൽ അഡ്വക്കേറ്റ് BA ആളൂരിനൊപ്പം അദ്ദേഹത്തിൻ്റെ ജൂനിയറായി അദ്ദേഹത്തിനൊപ്പം തന്നെ ആ കേസിൽ ഒപ്പം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ചില കേസുകളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഈ നേരത്തെയുള്ള ചോറ്റാനിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പീഡന കേസ്, നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസ് കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു ആ കേസ്. അതിന് തൊട്ടു പിന്നാലെ ആണ് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ അടുത്തിടെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നത്. ഈ രണ്ട് കേസുകൾ വന്ന ഒരു സാഹചര്യത്തിൽ ഏറെ മാനസിക പ്രയാസത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏറെ വിവാദമായിരുന്നു ആ കേസ്. അതിൽ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കുകയും ജാമ്യം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ സുപ്രീം കോടതിയിൽ വരെ ജാമ്യാപേക്ഷയുമായി ഇദ്ദേഹം പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ പോലീസ് നേരിട്ട് എത്തി ഇദ്ദേഹം കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത്. അതുമാത്രമല്ല, അന്ന് സീനിയർ ഗവൺമെന്റ് ലീഡറായിരുന്ന ഇദ്ദേഹത്തോട് AG രാജി ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് അദ്ദേഹം ഏറെക്കാലം അതിൻ്റെ ഒരു മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകരൊക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ സ്ഥലത്ത് മൃതദേഹം ഇറക്കിയിട്ടില്ല, തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. കൂടുതൽ പോലീസും ഒക്കെ തന്നെ സ്ഥലത്തുണ്ട്. ശരി, വാടക വീട്ടിലാണ് PG മനുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് ഈ ഘട്ടത്തിലുള്ളത്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കണ്ണൂർ പേരാവൂരിൽ കാർ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു. തെറ്റുവഴി സ്വദേശി മനുവാണ് മരിച്ചത്. മറ്റൊരു ഓട്ടോറിക്ഷയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. രജിത്ത്, രാവിലെ 11 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. പേരാവൂർ തൊണ്ടിയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കാർ ബൈക്കിലിടിച്ചാണ്
തെറ്റുവഴി സ്വദേശിയായിട്ടുള്ള മനു എന്ന യുവാവ് മരിച്ചത്. മറ്റൊരു ഓട്ടോറിക്ഷയെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ ഈ കാറ് ഈ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു എന്നതാണ് അവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും പറയുന്നത്. തൽക്ഷണം തന്നെ മനുവിന്റെ മരണം സംഭവിച്ചു. ഈ അപകടത്തിനിടെ ഈ ഓട്ടോറിക്ഷയും വെട്ടിച്ചു മാറ്റി. അതിനിടെ റോഡരികിലേക്ക് ഈ ഓട്ടോറിക്ഷ ഇടിച്ചു കയറുകയും ചെയ്തു. ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ അവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകളേ ഉള്ളൂ. അവർ പ്രാഥമിക ചികിത്സ തേടി ആശുപത്രിയിൽ നിന്ന് വിടുകയും ചെയ്തു. എന്തായാലും മനുവിന്റെ മരണം തൽക്ഷണം തന്നെ സംഭവിച്ചു. ഇപ്പോൾ സമീപത്തെ ആശുപത്രിയിലേക്ക് അദ്ദേഹം മാറ്റിയിട്ടുള്ളത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് ഒളവണ്ണയിൽ തെരുവ് നായയുടെ കടിയേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. നാഗത്തുംപാടം സ്വദേശികളായ ജബ്ബാർ, അബ്ദുൽ മജീദ്, അഭിജിത്ത് കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? രാഹുൽ, ടി.കെ. കോഴിക്കോട് ഒളവണ്ണ നാഗത്തുംപാടത്ത് ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. നാഗത്തുംപാടം സ്വദേശികളായ 3 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് 3 പേരും. നാഗത്തുംപാടം സ്വദേശികളായ ജബ്ബാർ, അബ്ദുൽ മജീദ്, അഭിജിത്ത് കൃഷ്ണ തുടങ്ങി 3 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ജബ്ബാറും അബ്ദുൽ മജീദും റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കടിയേൽക്കുന്നത്. അഭിജിത്ത് വീടിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ആ സമയമാണ് ആദ്യം 2 പേരെ കടിച്ച ശേഷം ഈ തെരുവുനായ വീട് മുറ്റത്തെത്തിയ ശേഷം അഭിജിത്തിനെ കടിക്കുന്നത്. ഈ 3 പേർക്കും നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് കാലിനും കൈക്കും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിന് പിന്നാലെ, ഈ സംഭവത്തിന് പിന്നാലെ അക്രമകാരിയായ തെരുവുനായ ചത്ത നിലയിൽ ഈ സമീപ പ്രദേശത്ത് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 3 പേരുടെ പരിക്കും സാരമുള്ളതല്ല, പക്ഷേ അവർക്ക് മുഖത്ത് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി.കെ. സംസ്ഥാനത്ത് വേനൽ മഴയിലും ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടം. തൃശൂർ കുന്നംകുളത്ത് മിന്നൽ ചുഴലിയിൽ വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും വീണ് വീടുകൾ ഭാഗികമായി തകർന്നു. എറണാകുളം വട്ടേക്കുന്നത്ത് മിന്നലേറ്റ് തെങ്ങിന് തീപിടിച്ചു. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ മിന്നലിനെ തുടർന്നാണ് തെങ്ങിന് തീപിടിച്ചത്. വട്ടേക്കുന്നം സ്വദേശി അബ്ദുൽ ലത്തീഫിന്റെ വീടിന് സമീപത്തെ തെങ്ങാണ് കത്തിയത്. കൊച്ചി നഗരത്തിൽ ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ ശക്തമായ മഴ പെയ്തു. പാലാരിവട്ടം, MG റോഡ്, കടവന്ത്ര, വൈറ്റില തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. നഗരത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിന്നൽ ചുഴലിയിൽ തൃശൂർ കുന്നംകുളത്ത് വ്യാപക നാശനഷ്ടമുണ്ടായി. കാട്ടുകാമ്പാൽ, ചിറയിൻകാട് മേഖലകളിൽ വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണാണ് വീടുകൾക്ക് കേടുപാടുകളുണ്ടായത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ KSEB തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ യുവാക്കളുടെ അപകടയാത്ര. ചുരം 7ാം വളവിലാണ് കാറിൽ അപകടകരമായ രീതിയിൽ യുവാക്കൾ യാത്ര ചെയ്തത്. പുറകിൽ വരുന്ന വാഹനത്തിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി വരുന്നതും പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന് നടപടി ഉണ്ടാവുന്നതുമൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്നിട്ടും ഇതിന് ഒരു അറുതിയില്ല. എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നുള്ള യുവാക്കളാണ്? നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതിനോടകം? അഭിജിത്ത്. ടി.കെ. സൂചിപ്പിച്ചതുപോലെയാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇങ്ങനെയുള്ള യാത്രകൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അല്പസമയം മുൻപ് കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ നടന്ന അപകടയാത്രയുടെ ദൃശ്യങ്ങളാണ്. ചുരം 7ാം വളവിലാണ് ഈ അപകടയാത്ര ഇവർ കാറിൽ നടത്തുന്നത്. ഇതിൻ്റെ സൺറൂഫ് തുറന്ന് അതിലൂടെ പുറത്ത് തലയിട്ടുകൊണ്ടാണ് ഈ യുവാക്കൾ ഈ യാത്ര നടത്തുന്നത്. പുറകിൽ വരുന്ന വാഹനത്തിലെ യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ യാത്രക്കാർ ഇവരോട്, ഈ യുവാക്കളോട് ഇങ്ങനെ യാത്ര ചെയ്യരുത്, അത് അപകടമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെയാണ് ഈ ചുരം ഇറങ്ങിപ്പോകുന്നതിനിടെ കാറിൽ ഇത്ര അപകടകരമായ രീതിയിൽ യുവാക്കൾ യാത്ര ചെയ്യുന്നത്. ആ കാറിന്റെ രജിസ്ട്രേഷൻ കർണാടക രജിസ്ട്രേഷനിലുള്ളതാണ്. കർണാടകയിൽ നിന്നുള്ള യുവാക്കളാണ് എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചൊക്കെ മോട്ടോർ വാഹന വകുപ്പൊക്കെ നേരത്തെ മുന്നറിയിപ്പുകളൊക്കെ തരുന്നതാണ്. കാരണം ഇങ്ങനെ ഈ രീതിയിൽ സൺറൂഫിന് പുറത്തേക്ക് തലയിട്ടുകൊണ്ട് യാത്ര ചെയ്താൽ ഒരുപക്ഷെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ പുറത്തേക്ക് തെറിച്ചു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കാറിന്റെ വശങ്ങളിലേക്കൊക്കെ ശരീരം ഇടിച്ച് ആ രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് യുവാക്കൾ നടത്തിയ യാത്രയാണ്. ചുരം ഇറങ്ങുന്നതിനിടെയാണ്. നമുക്കറിയാം, വലിയ വാഹന ഗതാഗത തിരക്കൊക്കെയുള്ള സമയമാണ്. അതിനിടയിലാണ് ഈ ഒരു യാത്ര. ഏതായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെട്ടിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഒരുപക്ഷെ നടപടിയും ഉടൻ തന്നെ ഉണ്ടായേക്കാം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.
പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകൻ ഡോക്ടർ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിൽ വിവാദം തുടരുന്നു. മതരാഷ്ട്രം കൈകാര്യം ചെയ്യുന്നവർ പലതും തിരികെ കയറ്റാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി P. രാജീവ് കുറ്റപ്പെടുത്തി. മറ്റ് നേതാക്കളുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ ഉയർത്തിക്കാണിച്ച് പ്രതിരോധം തീർക്കുകയാണ് BJP. പാലക്കാട് നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള തീരുമാനമാണ് വിവാദമായത്. പരിചിതമല്ലാത്ത പല രീതികളും കേരളത്തിലെത്തുമെന്ന് മന്ത്രി P. രാജീവ് വിമർശിച്ചു. മതരാഷ്ട്രം കൈകാര്യം ചെയ്യുന്നവർ പലതും തിരികെ കയറ്റാൻ ശ്രമിക്കുന്നെന്നും മന്ത്രി പറഞ്ഞു. പല രീതികളും ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ടല്ലോ, നമുക്ക് പരിചിതമല്ലാത്ത രീതികൾ. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രകടനത്തിൽ ബ്രദർഹുഡ് വരുന്നു, ഇവിടെ നഗരസഭയുടെ ഇതിനകത്ത് ഹെഡ്ഗേവർ വരുന്നു. അപ്പോൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പലതും തിരികെ കയറ്റാൻ ഇത്തരം ഘട്ടങ്ങൾ ശ്രമിക്കുന്നുണ്ട്. CPIM മുസ്ലിം ലീഗ് നേതാക്കളുടെ പേരുകളിലുള്ള സ്ഥാപനങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് BJPയുടെ പ്രതിരോധം. ഇത്തരത്തിൽ മുൻകൂർ അനുമതി നൽകിയതിൽ യാതൊരുവിധ തരത്തിലുള്ള നിയമവിരുദ്ധതയുമില്ല. അത്തരത്തിൽ നൽകുവാനുള്ള മുഴുവൻ അധികാരവും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ട്. പേരിടലിൽ പ്രതിഷേധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. 24 പാലക്കാട്. ഉത്തർപ്രദേശിലെ ഹത്രാസ് സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലുള്ള മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന്റെ വീട്ടിൽ അർദ്ധരാത്രി പരിശോധന നടത്താനുള്ള കേരള പോലീസ് നീക്കം വിവാദത്തിൽ. പോലീസിന്റേത് അസാധാരണ നീക്കമാണെന്നും എന്നാൽ ആശങ്കയില്ലെന്നും സിദ്ദീഖ് കാപ്പൻ 24നോട് പ്രതികരിച്ചു. രാത്രി 12 മണിക്ക് ശേഷം വീട്ടിലേക്ക് പോലീസ് എത്തുമെന്ന് അറിയിച്ചതായി സിദ്ദീഖ് കാപ്പന്റെ ഭാര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. വൈകിട്ട് 6 മണിക്ക് വീട്ടിലേക്കെത്തിയ 2 പോലീസുകാർ അറിയിപ്പ് നൽകുകയായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞ് പോലീസ് എത്തുമെന്നറിയിച്ചു. അസാധാരണ നീക്കമാണ് കേരള പോലീസ് നടത്തുന്നതെന്ന് സിദ്ദീഖ് കാപ്പൻ 24നോട്. അപ്പോൾ 12 മണിക്ക് ശേഷം മലപ്പുറത്ത് നിന്നൊരു ടീം വരുന്നുണ്ട്, ചെക്കിങ്ങിന് വരികയാണ്. ഞാൻ എന്താണ് 12 മണിക്ക് ശേഷം വരേണ്ട ആവശ്യം, ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സമയത്ത് ചെക്ക് ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ടീമിന് വരികയാണെങ്കിൽ ഈ സമയത്ത് വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അതല്ല, അത് രാത്രിയാണ് വരിക, 12:30ക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, EDO അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെയ്ഡ് വാറണ്ടുകളോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കയ്യിലെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, അതൊന്നുമില്ല. വഴിനീളെ വീട് ചോദിച്ച ശേഷമാണ് പോലീസ് എത്തിയത്. ആളുകളെ പരിഭ്രാന്തരാക്കുകയാണ് ലക്ഷ്യം. തനിക്ക് ആശങ്കയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവർ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 2.5 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. പക്ഷേ ഇവർ അവിടെ നിന്ന് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ എത്തുന്നത് വരെ എല്ലാ കാണുന്ന ആളുകളോടും വീട്ടിലേക്കുള്ള വഴി വയ്ക്കണം. അവർക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഫോൾട്ടാണല്ലോ. ഹത്രാസ് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ലക്നൌ കോടതിയും കേസുകളിൽ സിദ്ദീഖ് കാപ്പന് ജാമ്യം അനുവദിച്ചതാണ്. അർദ്ധരാത്രി നടത്തുന്ന പരിശോധനയുടെ കാരണം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പതിവ് പരിശോധനകളാണെന്നും കേസുകൾ നിലനിൽക്കുന്ന വ്യക്തികളുടെ വീട്ടിൽ ഇത്തരം റെയ്ഡുകൾ ഉണ്ടാകുമെന്നുമാണ് പോലീസ് വിശദീകരണം. 24 മലപ്പുറം. കോഴിക്കോട് ഫറോക്കിൽ 15-കാരിയെ 2 സുഹൃത്തുക്കൾ പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തൽ. ഒപ്പമുണ്ടായിരുന്ന 11-കാരൻ ദൃശ്യങ്ങൾ പകർത്തിയതായും പരാതി. നല്ലളം സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ച മുമ്പാണ് സംഭവം. കൗൺസിലിംഗിനിടെ പെൺകുട്ടി വിവരം പുറത്തു പറയുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്താണ് അഭിജിത്ത്? TK, ഫറോക്കിൽ നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാഴ്ച മുൻപാണ് ഈ നടുക്കുന്ന സംഭവം ഉണ്ടായത്. കൗൺസിലിങ്ങിനിടെയാണ് 15-കാരിയായ ഈ പെൺകുട്ടി ഈ പീഡന വിവരം ബന്ധുക്കളെ അറിയിക്കുന്നത്. അങ്ങനെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സമപ്രായക്കാരായ പെൺകുട്ടി 15-കാരിയാണ്. സമപ്രായക്കാരായ 2 വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾ തന്നെയാണ്. ഈ വിദ്യാർത്ഥികളിൽ ഒരാളുടെ വീട്ടിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പരാതി. ഇതിന്റെ ദൃശ്യങ്ങൾ ഒപ്പമുണ്ടായിരുന്ന ഒരു 11-കാരൻ പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ കൈവശം ഈ ദൃശ്യങ്ങൾ എത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് പോലീസിലേക്ക് പരാതി എത്തുകയായിരുന്നു. ഏതായാലും നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച CWCക്ക് മുൻപിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ശരി, അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. അവധി ദിനം കൂടിയായതിനാൽ വിപണികളിലെല്ലാം വലിയ തിരക്കാണ്. വിഷു ഈസ്റ്റർ കച്ചവടം പൊടിപൊടിക്കാൻ വൻ ഓഫറുകളോടെ ആളുകളെ മാടി വിളിക്കുകയാണ് കച്ചവടക്കാർ. മേടപ്പുലരിയിൽ ഉണ്ണിക്കണ്ണനെ കണി കണ്ടുണരുന്നത് മലയാളികളുടെ ശീലമാണ്. പല വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വീഥികൾ കീഴടക്കി കഴിഞ്ഞു.
ഫ്രഷ് കണിക്കൊന്ന വിപണിയിലുണ്ടെങ്കിലും സ്വർണ്ണപ്രഭയിൽ തണ്ടിൽ നിറയെ ഇലകളും പൂക്കളുമുള്ള പ്ലാസ്റ്റിക് കണിക്കൊന്ന വാങ്ങാനും ആവശ്യക്കാർ ഏറെയാണ്. പ്ലാസ്റ്റിക് കണിക്കൊന്ന ആൾ വാങ്ങുന്നുള്ളൂ, മറ്റേത് എവിടെ കിട്ടാണ്ട്. 2 ദിവസം മഴ പെയ്തില്ലേ, ഒക്കെ കൊഴിഞ്ഞു പോയി. എത്ര കാലാകാലം നമ്മൾ ഫോറിനിലേക്ക് കയറ്റി പോണത്, എല്ലാവരും അതാ ഉപയോഗിക്കുന്നത്. സദ്യയ്ക്കും കണിയൊരുക്കാനുമുള്ള പച്ചക്കറി പഴവർഗ്ഗ വിപണിയും സജീവമാണ്. ഇപ്രാവശ്യം ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിലകളാണ് വന്നത്. കൂടുതലായിട്ട് ഒരു സാധനം വില വെച്ചാൽ 1-2 സാധനങ്ങൾക്ക്, അത് സാധാരണയുള്ള മാതിരി തന്നെ പാവയ്ക്കും ഈ പയറിനും സാധാരണയുള്ള മാതിരി തന്നെ ഉള്ള വിലയുള്ളൂ. അതേമാതിരി തക്കാളി, സവോള, കിഴങ്ങ്, ഇളവം, മത്തം, വെള്ളി അങ്ങനെയുള്ള സാധനം എല്ലാത്തിനും വില കുറവാണ്. സാധാരണ കണിവെള്ളരിക്ക് വില അങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം കണിവെള്ളരിക്ക് ഭയങ്കര ഡിമാൻഡായിപ്പോയി. പരസ്പരം മത്സരിച്ച് ഓഫറുകൾ പ്രഖ്യാപിച്ചതോടെ വസ്ത്ര, ഗൃഹോപകരണ, മൊബൈൽ കടകളിലും തിരക്കേറി. പടക്കമില്ലാത്ത വിഷുവിനെ കുറിച്ച് മലബാറുകാർക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. ഓലപ്പടക്കവും ഗുണ്ടും കമ്പിത്തിരി മത്താപ്പൂവും ഒക്കെ വിപണി കീഴടക്കി കഴിഞ്ഞു. അതോടൊപ്പം കുറേയധികം ന്യൂജൻ വെറൈറ്റികളും ഇത്തവണത്തെ പടക്ക വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള തിരക്ക് ഉച്ചയ്ക്ക് ശേഷം ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് പടക്ക വിപണിയുള്ളത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈം അവതരിപ്പിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. പുതിയ സമര പരിപാടികൾക്ക് രൂപം നൽകാൻ ആശാ വർക്കേഴ്സും യോഗം ചേർന്നു. അടുത്ത ഘട്ട പ്രതിഷേധം വൈകിട്ട് പ്രഖ്യാപിക്കും. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും നിയമനം ലഭിക്കാത്ത വനിതാ CPO ഉദ്യോഗാർത്ഥികളാണ് 12 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിയുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനെടുത്ത കഷ്ടതകൾ വിവരിച്ചുകൊണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധമായി. കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച ശേഷിക്കെ സർക്കാരിൽ പ്രതീക്ഷയെന്ന ഉദ്യോഗാർത്ഥികൾ. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ഗവൺമെൻറ് ഒന്ന് മനസ്സ് വെച്ചാൽ 1 മണിക്കൂർ പോലും വേണ്ട. അവർ ഒന്ന് മനസ്സ് വെച്ച് PHQവിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് വേക്കൻസി വരാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിംഗ് ക്യാൻസൽ ആവുന്നതിന് ഒരു 2 ദിവസം മുന്നെയാണ് അവർക്ക് വലിയ ബൾക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും തരാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. കാരണം കുട്ടികളെ, 1 വയസ്സായതും 3 വയസ്സായ കുട്ടികളെ ഇട്ടിട്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവരുണ്ട്. അതുപോലെ പല പല ജില്ലകൾ, കാസർഗോഡ്, അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്ന് അത്രയും നാൾ നിൽക്കുക എന്ന് വെച്ചാൽ അത് വലിയ പാടാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ളവർ അതൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ. അതിനിടെ അടുത്ത ഘട്ട സമര പരിപാടികൾക്ക് രൂപം നൽകാൻ ആശാ വർക്കർമാർ യോഗം ചേർന്നു. പുതിയ പ്രതിഷേധ പരിപാടികൾ വൈകിട്ട് പ്രഖ്യാപിക്കും. ഓണറേറിയം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരം ഇന്ന് 63ാം ദിവസത്തിലേക്ക് കടന്നു. 24 തിരുവനന്തപുരം. മലപ്പുറത്ത് ആൾതാമസമില്ലാത്ത വീടിന്റെ വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലാണ് സംഭവം. സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് വീട്ടിലുള്ളത്. വിപിൻ C. വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, ആരാണ് മരിച്ചത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ വിപിൻ? ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മലപ്പുറം അത്തിപ്പറ്റയിലെ ഒരു വീട്ടിലാണ് ഇവിടുത്തെ വാട്ടർ ടാങ്കിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളാണ്. ഈ വീട്ടിലുള്ള ഇതിന്റെ ഉടമസ്ഥരൊക്കെ തന്നെ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സെക്യൂരിറ്റി മാത്രമാണ് ഉള്ളത്. ഇവിടുത്തെ വാട്ടർ ടാങ്കിലായിരുന്നു രാവിലെ ബോഡി കണ്ടെത്തിയത്. വളാഞ്ചേരി പോലീസ് ഇതിനോടകം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒഴിഞ്ഞ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ടായിരുന്നു. ഇതിനെ തീറ്റ കൊടുക്കാൻ വന്ന ജോലിക്കാരാണ് മൃതദേഹം ആദ്യമായി കാണുന്നത്. അങ്ങനെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഈ സ്ത്രീയെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിചയമില്ല. പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ്, എങ്ങനെയാണ്, എന്താണ് അതിൽ സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. റിജിത്ത്. വിപിൻ C. വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി ബംഗാൾ മുർഷിദാബാദിലെ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ മരണം 3 ഇതുവരെ 150ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേഖലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമബംഗാളിലെ മൂർഷിദാബാദിലുണ്ടായ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒരു കൂട്ടം അക്രമികൾ ചേർന്ന് വാഹനങ്ങൾക്ക് തീയിടുകയും കെട്ടിടങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു. സംഘർഷത്തിൽ ഇതുവരെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. സാഹചര്യങ്ങൾ വഷളായതോടെ 5 കമ്പനി BSF സേനയെ കൂടി മേഖലയിൽ വിന്യസിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് നടപടി. പോലീസുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ അയക്കാൻ തയ്യാറാണെന്നും BSF അറിയിച്ചു. കലാപങ്ങളിൽ പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസ് ആശങ്ക പ്രകടിപ്പിച്ചു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 12 പേരെ കൂടി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. മേഖലയിൽ ഇന്ന് പുതിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന്
പോലീസ് അറിയിച്ചു. 24 ഡൽഹി. മുനമ്പം വഖഫ് കേസിൽ ട്രൈബ്യൂണൽ അന്തിമ വിധി പറയരുതെന്ന ഉത്തരവ് സർക്കാർ ചോദിച്ചു വാങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വഖഫ് മന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടിയാണ് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത്. സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ് സർക്കാരെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ട്രൈബ്യൂണലിൽ നിന്ന് നീതിപൂർവമായൊരു വിധി ഉണ്ടാകുമെന്നാണ് മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. ആ ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് വഖഫ് മന്ത്രിയുടെ കൂടി അനുമതിയോട് കൂടിയാണ് കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചിരിക്കുന്നത്. മുനമ്പത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട നീതി മനഃപൂർവ്വമായി സംസ്ഥാന ഗവൺമെൻറ് വൈകിപ്പിക്കുകയാണ്. എന്നിട്ടാണ് സംഘപരിവാറിൻ്റെ ഒരു അജണ്ട ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളെ മുനമ്പത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിനുള്ള ഗൂഢാലോചന നടന്നത് ദുബായിലെന്ന് സൂചന. ആക്രമണത്തിന് മുമ്പ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശമനുസരിച്ച് തഹാവൂർ റാണ ദുബായിൽ ISI ഏജന്റിനെ കണ്ടു എന്നാണ് വിവരം. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സഹകരിക്കാത്ത റാണ വ്യക്തിവിവരങ്ങളും പാക് ബന്ധവും അന്വേഷണ സംഘവുമായി പങ്കുവച്ചു. രണ്ടാം ദിന ചോദ്യം ചെയ്യലിൽ തഹാവൂർ റാണയോട് അന്വേഷണ സംഘം തേടിയത് ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഹെഡ്ലിയുടെ നിർദ്ദേശമനുസരിച്ച് തഹാവൂർ റാണ ദുബായിൽ പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ടു എന്നാണ് വിവരം. ആക്രമണത്തിന് മുൻപ് റാണ ദുബായിൽ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം അമേരിക്ക ഇന്ത്യക്ക് കൈമാറി. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സഹകരിക്കാത്ത തഹാവൂർ റാണ വ്യക്തിവിവരങ്ങളും പാക് ബന്ധവും അന്വേഷണ സംഘവുമായി പങ്കുവച്ചു. പിതാവ് സ്കൂൾ പ്രിൻസിപ്പലെന്നും 2 സഹോദരന്മാരിൽ ഒരാൾ പാക് സൈന്യത്തിലും ഒരാൾ മാധ്യമപ്രവർത്തകനെന്നും മൊഴി നൽകി. ശബ്ദ സാമ്പിൾ നൽകാൻ തഹാവൂർ റാണ വിസമ്മതിച്ചതായി NIA വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ശബ്ദ സാമ്പിൾ പരിശോധനയ്ക്ക് കോടതിയുടെ അനുമതി തേടാനാണ് NIA ആലോചന. 24 ഡൽഹി. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞു വിചാരണ കോടതി. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് വിചാരണ കോടതി. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപ്പെടുത്തി. 2015 ജനുവരിയിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പേരെ പ്രതികളാക്കി കടവന്ത്ര പോലീസ് കേസെടുത്തത്. 2025 ഫെബ്രുവരി 11 8 പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. എന്നാൽ വിചാരണ കോടതിയുടെ വിധിന്യായം ഇപ്പോഴാണ് പുറത്തുവരുന്നത്. ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞുള്ളതാണ് വിചാരണ കോടതി ഉത്തരവ്. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. പിടിച്ചെടുത്ത കൊക്കൈനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായി വേർതിരിച്ച ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തിയില്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസല്ല. ഡ്യൂട്ടിയിലില്ലാത്ത ഗസ്റ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് അന്വേഷണ ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയത്. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു. രഹസ്യവിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നുമാണ് വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കുന്നത്. 24 തിരുവനന്തപുരം. നോക്കാമിനി IPL വിശേഷങ്ങൾ. IPL-ൽ ഇന്നും 2 മത്സരങ്ങളുണ്ട്. ഉച്ചതിരിഞ്ഞ് 3:30 സഞ്ജുവിന്റെ രാജസ്ഥാൻ ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന 2-ാം മത്സരത്തിൽ ഡൽഹിയുടെ എതിരാളികൾ മുംബൈ ഇന്ത്യൻസ് ആണ്. സൂപ്പർ സൺഡേ കളറാക്കാൻ ആദ്യം റോയൽ പോരാട്ടം. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വിജയവഴിയിൽ തിരിച്ചെത്തുകയാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. തുടരെ 2 ജയങ്ങൾക്ക് ശേഷം വീണ്ടും തോറ്റ പ്രതിസന്ധിയിലാണ് സഞ്ജുവും കൂട്ടരും. ബാറ്റിംഗ് നിരയുടെ സ്ഥിരതയില്ലായ്മയാണ് പ്രധാന പ്രശ്നം. അതേസമയം മത്സരം എതിരാളികളുടെ തട്ടകത്തിലായതിന്റെ ആശ്വാസത്തിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കാരണം RCB സീസണിൽ തോറ്റ 2 കളിയും ഹോം ഗ്രൗണ്ടിലായിരുന്നു. രാജസ്ഥാന്റെ മൈതാനമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ 4-ാം ജയത്തോടെ പോയിന്റ് പട്ടികയിൽ മുന്നേറാമെന്ന പ്രതീക്ഷയിലാണ് രജത് പാട്ടീദാറും സംഘവും. രാത്രി 7:30 നടക്കുന്ന 2-ാം മത്സരത്തിൽ അപരാജിതരായി കുതിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിന്റെ എതിരാളികൾ മുംബൈ ഇന്ത്യൻസ്. 5-ാം ജയത്തോടെ പ്ലേ ഓഫിനോട് അടുക്കുകയാണ് അക്സർ പട്ടേലിന്റെയും ടീമിന്റെയും ലക്ഷ്യം. അതേസമയം ഹാട്രിക് തോൽവി ഒഴിവാക്കണം മുംബൈ ഇന്ത്യൻസിന്. 5 കളിയിൽ 4 തോറ്റ ഹാർദിക്കിന്റെ ടീമിന്
വെറും 2 പോയിന്റാണുള്ളത്. ഇഷ്ട എതിരാളികളിലൊന്നായ ഡൽഹിക്കെതിരെ രോഹിത് ശർമ്മ ഫോമിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ ഹിറ്റ്മാൻ ആരാധകരും കാത്തിരിക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാമിനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. തിരുവനന്തപുരം മുതലപ്പുഴയിൽ അഴിമുഖം അടഞ്ഞതോടെ ആശങ്കയിൽ മത്സ്യത്തൊഴിലാളികൾ. പൊഴി പൂർണ്ണമായും മണൽ മൂടിയാണ് അഴിമുഖം അടഞ്ഞത്. മണൽ നീക്കം ചെയ്യാൻ കഴിയാത്തതോടെ സമീപ പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറുമെന്ന ഭീഷണിയാണ്. ടൺ കണക്കിന് മണലടിഞ്ഞാണ് മുതലപ്പൊഴി പൂർണ്ണമായും മണൽ മൂടിയത്. 11 വർഷത്തിന് ശേഷമാണ് പൊഴി പൂർണ്ണമായും മണൽ മൂടുന്നത്. പൊഴിയടഞ്ഞതോടെ വള്ളങ്ങൾ കടലിറക്കാനാവാത്ത ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. മണൽ നീക്കാനെത്തിച്ച ഡ്രഡ്ജറുകൾ പ്രവർത്തനക്ഷമമല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന ആശങ്കയുമുണ്ട്. ചിറയൻകീഴ് അഴൂരിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. 17-ാം വാർഡിലെ ഏകദേശം ഭാഗങ്ങൾ മൊത്തം വെള്ളത്തിലാണ്. അതിനുവേണ്ടി ഇന്നതുവരെയായിട്ട് സർക്കാരോ ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇത് ചെയ്യാനുള്ള പണ്ടൊക്കെ കാലഘട്ടത്തിൽ മണൽ വാരി മാറ്റുമായിരുന്നു. ഇപ്പം അതിന് പോലും സർക്കാർ നിയമം കൊണ്ടുവന്നിട്ടില്ല. കൂടുതൽ ഇനി റോഡിലൊക്കെ കയറുകയാണെങ്കിൽ ഒരു ഇതാക്കും. ഇങ്ങോട്ട് മൊത്തം കയറും, വെള്ളം കയറും, എത്ര സ്ഥലവും മുങ്ങും, വീട്ടിനകത്തും കയറും. വേണം. അദാനി പോർട്ടിന്റെ പണി നടക്കുന്ന സമയത്ത് ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടന്നിരുന്നു. പുതിയ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൻ സ്നേഹം